ARJ ട്രെയിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കോ മലയാള സിനിമ നിങ്ങളെല്ലാവരും തന്നെ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. സിനിമ കണ്ടിറങ്ങിയ ഒരുവിധം ആൾക്കാരൊക്കെ ഈ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു സ്ഥലമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു ലൊക്കേഷൻ ഇടുക്കി ജില്ലയിലെ കുളമാവിനടുത്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇതാണ് ഇടുക്കി ജില്ലയിലെ ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്. ഉപ്പുകുന്നിലേക്കുള്ള യാത്രയും അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. രാവിലെ തന്നെ നല്ല കട്ട മഞ്ഞാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊന്നും രാവിലെ വഴി പോലും കാണാൻ മേലാത്ത അവസ്ഥയിൽ മഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് കുറച്ചെങ്കിലും റോഡ് കാണാവുന്നൊരവസ്ഥയിലെത്തിയത്. ഇത്തവണത്തെ നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്താണെന്നറിയില്ല, സാധാരണഗതിയിലുള്ളതിനേക്കാളും നല്ല മഞ്ഞാണ്. നമ്മൾ തൊടുപുഴയിൽ നിന്നും ഇടുക്കി പോകുന്ന റൂട്ടിൽ കുളമാവ് ഡാമിന് ശേഷം പാറമട എന്ന ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുന്നത്. ഞങ്ങൾ ഇപ്പോൾ മൂലമറ്റം ടൗണിലെത്തി. ഇവിടെ നിന്ന് ഇടുക്കി റൂട്ടിലേക്ക് തിരിയുകയാണ്. മഞ്ഞുകാലം ആയതിനാൽ ഒരുവിധം ആൾക്കാരൊക്കെ ഈ ഒരു സമയം യാത്രകൾക്കായി തിരഞ്ഞെടുക്കാറുണ്ട്. ഡിസംബർ തണുപ്പ് ആസ്വദിച്ച് അല്പം ട്രക്കിംഗ് വൈബൊക്കെ ഉള്ള ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഉപ്പുകുന്ന്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഉപ്പുകുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. മൊട്ടക്കുന്നുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളമാവ് ഡാം, ചെറുതെന്മാരി വെള്ളച്ചാട്ടം, മലങ്കര ജലാശയം, പൂമാല, കുടയത്തൂർ, അറക്കുളം, തുമ്പാച്ചിമല എന്നീ സ്ഥലങ്ങളുടെ വിദൂരമായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. കൊക്കകളും ചെങ്കുത്തായിട്ടുള്ള പാറകളൊക്കെ ഉള്ളതിനാൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് പോകുവാനായിട്ട്. ഏതായാലും ഇനിയുള്ള മുന്നോട്ടുള്ള യാത്ര രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ പോകുന്ന റൂട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും റോഡിൻ്റെ ഒത്ത നടുക്കൊരു കിണർ കണ്ടിട്ടുണ്ടോ? എന്നാൽ അതുപോലത്തെ ഒരു കാഴ്ച കാണണമെങ്കിൽ മൂലമറ്റത്തു നിന്ന് കുളമാവിലേക്കുള്ള ഈ റൂട്ടിൽ പോയാൽ മതി. ഈ റൂട്ടിൽ കുരുതിക്കളം എന്ന് പറഞ്ഞ സ്ഥലം കഴിയുമ്പോൾ 5ാമത്തെ ഹെയർപിൻ വളവിൽ ഇതുപോലെ റോഡിൻ്റെ ഒത്ത നടുക്ക് ഒരു കിണർ കാണാൻ പറ്റും. ഈ കിണറിന് ഏകദേശം ഒരു 60 വർഷത്തിലേറെ പഴക്കമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കിണർ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ റോഡ് ഇങ്ങനെ പണിത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. ഇടുക്കി ജില്ലയിൽ തന്നെ കാടിൻ്റെ യഥാർത്ഥ ഭംഗി കണ്ടുകൊണ്ട് അധികം തിരക്കും ബഹളമൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണ് മൂലമറ്റം ഇടുക്കി റൂട്ട്. ഈ ഒരു റൂട്ടിൽ മിക്കപ്പോഴും ആനയൊക്കെ നമ്മുടെ മുന്നിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ കുളമാവ് ഡാമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ കാണുന്ന ഇടത്തോട്ടുള്ള വഴിയെ കൂടെ 2.5 കിലോമീറ്ററോളം യാത്ര ചെയ്താലാണ് ഉപ്പുകുന്ന് വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റുന്നത്. ഉപ്പുകുന്നിൽ പ്രധാനമായിട്ടും 2 വ്യൂ പോയിന്റ്സ് ആണുള്ളത്. അതിൽ ഒന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ റോഡിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് കാണണമെങ്കിൽ കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവേ ഈ റൂട്ടിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഈ വ്യൂ പോയിന്റ്സിലേക്കൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ആ റൂട്ടിൽ 2.5 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് അവസാനം നമ്മൾ ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഇനി മുന്നോട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നടക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇതുപോലത്തെ പുല്ലുമേടുകളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പോകുന്ന റൂട്ടിൽ ഒരു സൈഡിൽ അഗാധമായിട്ടുള്ള കൊക്കയുള്ളതിനാൽ ഇതുവഴി നടക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം പോകുവാനായിട്ട്. പുല്ലുമേടുകളൊക്കെ നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് നല്ല കുളിർമയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ ഉപ്പുകുന്നിനെ വിളിക്കാറുണ്ട്. എന്നാൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതിഗംഭീരം തന്നെയാണ്. ഈ അടുത്ത് പുറത്തിറങ്ങിയ എക്കോ എന്ന സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കാറ് വന്ന് മരത്തിലിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയാണ്. ഇവിടെയൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കൊക്കയാണുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിലാണ് ഉപ്പുകുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് പുല്ലുകളൊക്കെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് നടന്ന് അടുത്ത വ്യൂ പോയിന്റ് കാണാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലത്തിന് എന്തുകൊണ്ടാണ് ഉപ്പുകുന്ന് എന്ന പേര് വന്നത് നിങ്ങൾക്കറിയാമോ? ഉപ്പ് ചരൽ പോലെ വെള്ളാരങ്കല്ല് ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ് ഉപ്പുകുന്നിന് ഈ ഒരു സ്ഥലപ്പേര് വന്നത്. അരുവിപ്പാറ, മുറങ്കട്ടിപ്പാറ എന്നീ മൊട്ടക്കുന്നുകൾ ചേർന്നതാണ് ഉപ്പുകുന്ന്.
ചേലക്കാട്, അരുവിപ്പാറ, തീരവക്കുന്ന് എന്ന ക്ഷേത്രങ്ങളും ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. എക്കോ എന്ന സിനിമ കണ്ട ആരും ഉപ്പുകുന്നിനെ മറക്കത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആ സിനിമയിൽ പകർത്തിയത്. സിനിമ കണ്ട 90% ആൾക്കാരും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒരു പക്ഷേ തിരക്കിയിട്ടുണ്ടാവും. കേരള കർണാടക ബോർഡറിൽ ഒരു സ്ഥലമായിട്ട് ഈ സിനിമയിൽ കാണിച്ച യഥാർത്ഥ സ്ഥലം കേരളത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും. മലകളും വെള്ളച്ചാട്ടങ്ങളും കാടിൻ്റെ വന്യതയും ഒക്കെ ഒത്തുചേരുന്ന ഒരു ദൃശ്യവിരുന്നാണ് ഇവിടെ സഞ്ചാരികൾക്ക് കിട്ടുന്നത്. മഞ്ഞുള്ള സമയങ്ങളിൽ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. എന്നാൽ മഴക്കാലത്ത് ഇവിടേക്കുള്ള യാത്ര അതീവ ദുർഘരവുമായിരിക്കും. അടുത്ത ട്രിപ്പ് പ്ലാനിങ്ങിൻ്റെ ചർച്ചകളാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്കോ മാത്രമല്ല ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി മലയാള സിനിമകളുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. വെള്ളിമൂങ്ങ, ഇടുക്കി ഗോൾഡ്, ആട് 1, 2 ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കുളമാവ് ഡാമിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു വ്യൂ പോയിന്റിൽ സൂര്യോദയം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഈ അടുത്തായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉപ്പുകുന്നിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പോകുന്ന വഴിയിൽ ചുരുളിയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനിൽ വീണ്ടും ഒന്നുകൂടെ വന്നു. ചുരുളി എന്ന സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് കുളമാവിനടുത്തുള്ള ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വെച്ചിട്ടാണ്. എന്നാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഷാപ്പും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റിട്ടായതുകൊണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊന്നും കാണാൻ പറ്റില്ല. ഉപ്പുകുന്നിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.